ഹോം സ്റ്റേജിങ് എന്നൊരു കാര്യത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഹോം സ്റ്റേജിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ വിൽക്കാൻ പോകുന്ന വീടിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കി, ഇത് മേടിക്കാൻ വരുന്ന ബയേഴ്സിന് കുറച്ചുകൂടെ ഭംഗിയുള്ളതാക്കി കാണിക്കുന്ന ഒരു സിമ്പിൾ പരിപാടിയാണ് ഹോം സ്റ്റേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ വീട് വിൽക്കുന്നതിന് മുമ്പ് അവിടെയുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്തു മാറ്റും. അതുപോലെ ഫോട്ടോസ്, പേഴ്സണലായിട്ട് ഉള്ള കാര്യങ്ങൾ എല്ലാം എടുത്തു മാറ്റും. വീടിന്റെ സ്പേസ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ സ്പേസ് ഉള്ള രീതിയിലാക്കും. ഹോം സ്റ്റേജിങ് ചെയ്യാൻ വേണ്ടി തന്നെ കമ്പനികളുണ്ട്. അവരവരുടെ കുറെ സാധനങ്ങൾ, പെയിന്റിങ്ങുകൾ, അതുപോലെ മിററുകൾ, ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ വളരെ അട്രാക്റ്റീവായിട്ട് കൊണ്ടുവന്ന് വെച്ച് വീടിനെ നന്നായിട്ട് ഭംഗിയാക്കി മാർക്കറ്റ് ചെയ്യും. നന്നായിട്ട് സ്റ്റേജ് ചെയ്ത ഒരു വീടിനെ പറ്റി പറയുന്നത്, അത് സാധാരണ വീട് വിറ്റ് പോകുന്നേക്കാളും 9 ദിവസം നേരത്തെ വരെ ഈ നന്നായിട്ട് സ്റ്റേജ് ചെയ്ത വീട് വിറ്റ് പോകുന്നതാണ്. അതുപോലെ ഒരു 5% വരെ സാധാരണ വീട് വിൽക്കുന്നേക്കാളും ആസ്കിംഗ് പ്രൈസ് ഹയർ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു നല്ല രീതിയിൽ സ്റ്റേജിങ് നടത്തിയ ഒരു വീടിനെ പറ്റി പറയുന്നത്. അപ്പം ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന നിലയിൽ നമ്മൾ വീട് കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് ആ വീട് നമുക്ക് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ തോന്നും. അത് ഇങ്ങനെ ഒരു കാര്യം കൂടെ, ഈ ഒരു ഹോം സ്റ്റേജിങ്ങിന്റെ കാര്യം കൂടെ നമ്മൾ മനസ്സിൽ വെക്കണം. നമ്മളൊരു ഇമോഷണൽ തീരുമാനം എടുക്കാതെ നമ്മൾ റാഷണൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന നിലയിൽ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് താഴെ കാണുന്ന ഫോളോ ബട്ടൺ പ്രസ് ചെയ്തോളൂ, കോൺടാക്ട് ചെയ്തോളൂ. ഹാവ് എ ഗ്രേറ്റ് ഡേ.